സുരേഷ് ഗോപിക്ക് ഭയമാണെന്നും ടി.എൻ. പ്രതാപൻ. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ നടിമാർ തന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന ഭയമാണ് സുരേഷ് ഗോപിക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഭയവും കുറ്റബോധവും നിറഞ്ഞ അവസ്ഥയിലാണ് സുരേഷ് ഗോപി. തൃശൂരിൽ വിരിഞ്ഞത് താമരയല്ല ചെമ്പരത്തിപ്പൂവാണെന്നും ടി.എൻ. പ്രതാപൻ. ബി.ജെ.പി. എംപിക്ക് വേണ്ടി ജാമ്യം എടുക്കാൻ പറ്റുന്ന CPM-ന്റെ മുൻ MLA കാരാപ്രസാദാണ്. ഇത് ഞങ്ങൾ തൃശ്ശൂർ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു അന്തർധാര CPM BJP അന്തർധാര പറഞ്ഞു. അതിനൊക്കെയാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ഈ സിനിമാ നടന്മാരായ ആളുകൾ ചലച്ചിത്ര താരങ്ങളെ പീഡിപ്പിച്ചതിന് പോലീസ് കേസെടുക്കുകയും അവരുടെ പേര് നടപടി സ്വീകരിക്കണം, പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് തൃശൂർ MP ആയ സുരേഷ് ഗോപിക്ക് ഇത്ര വലിയ തുള്ളലുണ്ടാകുന്നത്? ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മാത്രമല്ല, ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ മൊഴി കൊടുത്ത ഏതെങ്കിലും ചലച്ചിത്ര താരങ്ങളുടെ തങ്ങളുടെ പേര് പരാമർശിച്ചിട്ടുണ്ടോ എന്നുള്ള കുറ്റബോധം സുരേഷ് ഗോപിയെ വേട്ടയാടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ചിലർ പറഞ്ഞു കേരളത്തിൽ ആദ്യമായി തൃശ്ശൂരിൽ താമര വിരിഞ്ഞു എന്ന്. തൃശ്ശൂരിൽ വിരിഞ്ഞ താമരയല്ല, തൃശ്ശൂരിൽ വിരിഞ്ഞിരിക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ്. തൃശ്ശൂരിൽ ഈ ചെമ്പരത്തിപ്പൂവും തലയിൽ വെച്ച് ചെവിയിൽ വെച്ച് പേരി പലരും നടക്കേണ്ടി വരും. ഈ ചെമ്പരത്തിപ്പൂവിനെ പേറിയവർ, ഈ പേറാൻ ഇടയാക്കിയവർ, അവരിതിന്റെ പീഡാനുഭവങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. തൃശ്ശൂരിന് ഏറ്റവും വലിയ ക്ഷീണമായിരിക്കുകയാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്കെതിരെ നടത്തിയ ഈ കയ്യേറ്റവും അവർക്കെതിരെ കൊടുത്ത കേസും. ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമങ്ങളോടും മാധ്യമപ്രവർത്തകരോടും മറുപടി പറയാതെ സൗകര്യമില്ല എന്നുള്ളൊരു മറുപടി പറഞ്ഞിട്ട് അതിനുശേഷം പോയി കേസെടുക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയോടുള്ള വെല്ലുവിളി മാധ്യമങ്ങളോട്. തൃശ്ശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസായ രാമലയത്തിൽ കേന്ദ്രമന്ത്രിയെ മാധ്യമങ്ങൾ സമീപിക്കുന്നതിന്റെ ദൃശ്യം ഞങ്ങളെല്ലാവരും കണ്ടതാണ്. ആ ഒരു ദൃശ്യത്തിലും തൃശ്ശൂരിൽ ഒരു മാധ്യമപ്രവർത്തകന്മാരും മന്ത്രിയെ തടസ്സപ്പെടുത്താനോ മന്ത്രിയുടെ യാത്ര തടസ്സപ്പെടുത്താനോ ശ്രമിച്ചതിൽ ആ ദൃശ്യങ്ങളിൽ നമുക്ക് ബോധ്യമാകും. ആ നേരത്ത് ചോദ്യത്തിന് ഉത്തരം പറയാതെ പ്രത്യേകിച്ചും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനോടുള്ള കലിപ്പ് തൃശ്ശൂരിലെ മാധ്യമങ്ങളോട് തീർത്തതാണോ എന്നറിഞ്ഞുകൂടാ. മറ്റൊരു കലിപ്പ്, ഹേമ കമ്മിറ്റിയുടെ മൊഴി കൊടുത്ത ചില ചലച്ചിത്ര നടികൾ തങ്ങളുടെ പേരൊക്കെ അതിൽ പരാമർശിച്ചിട്ടുണ്ടോ എന്നുള്ള ഈ അപകർഷതാബോധം, അതിൻ്റെ ഒരു വ്യാധി, അതിന്റെ ആശങ്ക, അതൊക്കെ ഉണ്ടാക്കിയിരിക്കേണ്ട കോംപ്ലക്സ് ആണോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഇത് ക്രൂരതയാണ്. ഒരു കേന്ദ്രമന്ത്രിയും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കേന്ദ്രമന്ത്രിയും ചെയ്തിട്ടില്ല, കേരളത്തിലെ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി പോലും കടക്ക് പുറത്തുനിന്ന് പറഞ്ഞിട്ടുള്ളൂ. മാധ്യമപ്രവർത്തകന്മാരുടെ മുഖ്യമന്ത്രി കടക്ക് പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകനെയും ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളെ വേട്ടയാടിയത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പക്ഷെ അദ്ദേഹം പോലും മാധ്യമപ്രവർത്തകന്മാരെ കയ്യേറ്റം ചെയ്തിട്ടില്ല. ഇത് കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകന്മാരെ കയ്യേറ്റം ചെയ്യാണ്. ഞങ്ങളൊക്കെ എത്രയോ മാധ്യമ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. എത്രയോ തവണ മാധ്യമങ്ങൾ ഞങ്ങളൊക്കെ വിമർശിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളായിരിക്കുമ്പോഴും പൊതുപ്രവർത്തകന്മാരായിരിക്കുമ്പോഴും സ്വാഭാവികമാണ്. ജനാധിപത്യത്തിന്റെ ഫോർത്ത് എസ്റ്റേറ്റാണ് മീഡിയ. മാധ്യമങ്ങൾക്ക് ജനാധിപത്യത്തിൽ വലിയ പങ്കുണ്ട്. ജനാധിപത്യത്തിന്റെ ഫോർത്ത് എസ്റ്റേറ്റായ മീഡിയ, അവർക്ക് വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. ആ വിമർശനത്തിന് സഹിഷ്ണുതയോടെ കാണുക, കേൾക്കുക, ഉൾക്കൊള്ളുക, തിരുത്തുക. അല്ലാത്തവയെ വളരെ സൗമ്യമായി പുഞ്ചിരിച്ച് അവയെ അഭിമുഖീകരിക്കുക എന്നതാണ് പൊതുപ്രവർത്തകന്മാർക്ക് വേണ്ട പദ്ധതി. താമരയ്ക്ക് പകരം ചെമ്പരത്തിപ്പൂ വിരിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഉണ്ടാവുമോ, ഈ പദ്ധതി ഉണ്ടാവുമോ? തൽക്കാലം പറയുന്നത് 10 ദിവസം കൊണ്ട് മാറ്റി കുറിക്കാം.